നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം വേണം. മനസ്സറിഞ്ഞ് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം. അങ്ങനെ ഭക്ഷണത്തില്, അതായത് ഹോട്ടൽ മേഖലയിൽ 100 വർഷം തികയ്ക്കുകയാണ് നമ്മുടെ തലശ്ശേരിയിലുള്ള മോഡേൺ ഹോട്ടൽ എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ടുള്ള ഒരു ഹോട്ടലാണ്, നമുക്ക് അറിയാം. കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ജനങ്ങൾ, അതായത് നമ്മൾ വിശപ്പിന്റെ മുഖം നമുക്ക് കാണാം, പക്ഷെ വിശപ്പ് തീർന്നിട്ട് സന്തോഷമായിട്ട് പുറത്തിറക്കുന്ന മുഖമുണ്ടല്ലോ, അത് നമ്മൾ ഇവിടുന്ന് മോഡേൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാബലി കണ്ടു, 100 വർഷം പിന്നിടുകയാണ്. എന്താണ് മോഡേൺ ഹോട്ടലിന്റെ ഒരു രസക്കൂട്ടിന്റെ ഒരു രഹസ്യം എന്താണ് ശരിക്കും? ഓഫ്കോഴ്സ് അത് നമ്മള് തലമുറകളായിട്ട് കൈമാറി വന്ന രുചിക്കൂട്ടുകൾ തന്നെയാണ്, ഒന്നും മാറ്റിയിട്ടില്ല. അതിനെ കൂടുതൽ എന്താ പറയാ, കാലം മാറുന്നതനുസരിച്ച് അതിനുള്ള ഓരോരോ മാറ്റങ്ങൾ വരുത്തുക, അല്ലാണ്ട് മെയിൻ ആയിട്ട് ഫുൾ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അതിന്റെ മെയിൻ ഒരു കാര്യം. അക്ഷയ് എഞ്ചിനീയർ കൂടിയാണ് അല്ലേ? എഞ്ചിനീയർ ജോലി നടക്കുന്നുണ്ടോ, ഇപ്പൊ ഈ ഹോട്ടൽ ജോലിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ല, എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഒരു ജോലിയുടെ ഒരു പ്രത്യേകിച്ചാല് മറ്റുള്ളവർക്ക് വയറു നേരെ ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു അനുഗ്രഹവും ഭാഗ്യമൊക്കെ ഉണ്ട്. അത് വേറൊരു ജോലിയും കിട്ടും, ഒരു ലൈവ്ലി ഫീൽഡാണ്. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇതാരാ ഈ തുടക്കക്കാരനാണ് ഇതിന്റെ? എന്റെ അച്ചാച്ചന്റെ അച്ഛനായിട്ട് വരും. അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ. കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ. അത് ശരി. എന്നാലും അച്ഛനാണ് കൂടുതൽ പേര് ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അച്ഛന്റെ പേര്. അപ്പൊ ഇത് എത്ര തലമുറയിൽപ്പെട്ട നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ 4ാം തലമുറയാണ്. 4ാം തലമുറയാണ് ഇപ്പൊ നമ്മുടെ മോഡേൺ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വയറ് നിറയെ രുചിയോടുകൂടി ഭക്ഷണം കൊടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ മനസ്സും ഒക്കെ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്. ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ ഇവിടെ എന്താണ് ഇങ്ങനെ തിരക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണമാണ് ഇവിടെ തിരക്ക് കൂടാൻ കാരണം എന്ന് പറയുന്നത്. എന്തൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഉണ്ടാകും? സാധാരണ സ്പെഷ്യലായിട്ട് നമ്മൾ മീൽസ് ആണ് എപ്പോഴും ചെയ്യുന്നത്. അതിന്റെ കൂടെ മട്ടൻ ചാപ്സും കാര്യമൊക്കെ ഉണ്ടാവും. അതാണ് ഒരു കോമ്പിനേഷൻ, ചോറും മട്ടൻ ചാപ്സും എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഗ്രാമിക ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് അക്ഷയ് ഭായ് നമ്മുടെ മോഡേൺ ഹോട്ടലിന്റെ ഒരു ഓണാശംസ പറയാം. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയും ഇതുപോലെ ഒരുപാട് ഓണങ്ങൾ നമുക്ക് കൂടാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. പേരെന്താ? എവിടെ താമസിക്കുന്നത്? എവിടെയാ? നെട്ടൂര്. എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്ന് പറയുന്നത്? നെട്ടൂരാണ് താമസിക്കുന്നത്. ഇപ്പം പിന്നെ ഓണത്തിന് പർച്ചേസ് കഴിഞ്ഞോ? ഓക്കെ, എന്ത് ചെയ്യുന്നു? ഓക്കെ, മേഡം ജോലി ഒന്നും ചെയ്യണ്ടോ? വീട്ടിൽ ഓണസദ്യയൊക്കെ ഒരുക്കുന്ന ആരാ ആണ്? ഓക്കെ, അപ്പൊ നമ്മള് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് മോഡേണിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകല്ലേ, അതിന് മുന്നേ നമ്മളൊരു സമ്മാനം തരാൻ വേണ്ടി പോവാണ്. മോഡേണിന്റെ അടിപൊളി ചേന അച്ചാറിന്റെ കയ്യിലുണ്ട്. ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഈ സമ്മാനം തരണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം. റെഡിയല്ലേ? നമുക്ക് ഓണസദ്യയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവല്ലോ, ചോദിച്ചോ. പേരിന്റെ അകത്ത് ഒരു മൃഗത്തിന്റെ പേരുള്ള വിഭവം ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഓണസദ്യയില് ഏതാ മൃഗം? ഓക്കെ, അതായത് പേരിന്റെ അകത്ത് തന്നെ ഒരു മൃഗത്തിന്റെ പേരുള്ള വിഭവം ഏതെന്നാണ് നമ്മള് ഭക്ഷണശാലയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കുന്നത്. കാളനാണ്. കാളൻ എന്ന് പറയുമ്പോൾ അതിന്റെ കാള എന്നൊരു മൃഗത്തിന്റെ പേരുണ്ട്. അപ്പൊ ഉത്തരം പറഞ്ഞാൽ മേടിച്ചതാ നമ്മുടെ മോഡേൺ നൽകുന്ന അടിപൊളി ചേന അച്ചാറ്. ഓണസദ്യന്റെ ഒരു ഇലയുടെ അറ്റത്ത് നമ്മുടെ മോഡേണിന്റെ ചേന അച്ചാർ ഉണ്ടായിരിക്കണം. മാവേലി ഇത് കൊടുത്തോളൂ, വായിച്ചു. ഓക്കെ, ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട ഗ്രാമിക ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേ മാവേലി. ഇപ്പൊ നമ്മള് തലശ്ശേരി ടൗണിലാണ് ഉള്ളത്. മാവേലി ഉണ്ട്, കൂടെ നമ്മുടെ 2 സഹോദരിമാരുണ്ട്. പേര് മറന്നു, എന്റെ പേരെന്തായിരുന്നു? തേജു, ജിൻസി. ജിൻസിയും തേജു ആണ്. പിന്നെ കൂടെ 2 ആളും ഉണ്ട്. മോളുടെ പേരെന്താ? ലക്ഷ്മിക്കുട്ടിയുടെ വീട് എവിടെയാ? വടകര. ഇപ്പൊ അവിടെ പോയിട്ട് വരിക? ഓക്കെ. നിങ്ങളുടെ പേര്? ഗൗരി. എത്ര ക്ലാസ് പഠിക്കുന്നത്? ഏതാ സ്കൂള്?
ഓക്കെ, മാവേലിനെ കണ്ടില്ലേ? മാവേലിന്റെ പാട്ടറിയോ? മാവേലി നാടുവാണിടും കാലം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മോക്കറിയോ മാവേലിന്റെ പാട്ട്? ഓക്കെ, അപ്പം ഞാൻ പാടിത്തരാം, അതൊരു പാടണേ. നോക്കി. മാവേലി നാടുവാണിടും കാലം പറഞ്ഞേ. മാവേലി പറഞ്ഞു നോക്കൂ ഒരു തവണ. മാവേലി നാടുവാണിടും കാലം പറ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മതി ഇതിന്റെ ധാരാളാണല്ലേ. അപ്പൊ നമുക്ക് അറിയാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പിന്നെ അനിയത്തി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ ഏതായാലും ഒരു സമ്മാനം ഉണ്ട് ഈ പാട്ട് പാടിയതുകൊണ്ട്. നമ്മുടെ ഗ്രാമിക ചാനലിന്റെ വകയായിട്ട് ഒരു സമ്മാനിത മഹാബലി ഇതാ കൊടുത്തോളൂ. വാങ്ങിച്ചോ, രണ്ടെണ്ണം കൂടി വാങ്ങിച്ചോ, രണ്ടെണ്ണം കൂടി വാങ്ങിച്ചോ. അപ്പൊ ഹാപ്പി ആണ് കേട്ടോ. ഹാപ്പി ആണോ? സോല എന്തെങ്കിലും എന്റെ അയൽവക്കല്ലേ, പാതാളത്തിന്റെ അടുത്തല്ലേ അല്ലേ മാവേലി? സാറല്ലേ ഈ സിംഹാസനത്തിൽ അവിടെ ആയാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗ്രാമീയ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേ മാവേലി. ഇപ്പൊ നമ്മള് മാവേലി വലിയൊരു സിംഹാസനത്തിൽ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മള് പിന്നെ കതിരൂരുള്ള പോപ്പുലർ ഫർണിച്ചർ ഷോറൂമിലാണ്. ബിഗ് ഷോറൂമാണ്. നോക്കത്താ ദൂരത്ത് എന്ന് പറയുന്ന പോലെ അത്രയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഫർണിച്ചറാണ്. ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതായത് ഓരോ പർച്ചേസിനും അതിൻ്റെതായിട്ടുള്ള കൂപ്പൺ ഉണ്ട്. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വലിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക. ഏത് ആഘോഷമായാലും നമ്മുടെ പോപ്പുലർ ഫർണിച്ചറിന്റെ കൂടി ആയിരിക്കണം. അപ്പൊ നമുക്ക് മൊബൈൽ മൊത്തം ചുറ്റി കണ്ടാലോ? കാണാം. യെസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പം ദേ മാവേലി ഇപ്പൊ നമ്മുടെ കതിരൂരുള്ള പോപ്പുലർ ഫർണിച്ചറിന്റെ ഷോറൂമിലുള്ളത്. അപ്പൊ ഇവിടെ പർച്ചേസിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ 4 ഫ്രണ്ട്സ് ആണ്. 4 പേരും ഫ്രണ്ട്സ് ആണോ ഫാമിലി മെമ്പേഴ്സ് ആണോ? ഫ്രണ്ട്സ് ആണ്. അപ്പം നമുക്ക് അവരെ പരിചയപ്പെടും. അതിനുശേഷം ഈ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കും. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ പോപ്പുലർ ഫർണിച്ചർ നൽകുന്ന ഒരു സമ്മാനം കൊടുക്കും. ഓക്കെ, അതൊന്ന് പേര് പറഞ്ഞേ. എവിടെ സ്ഥലം? താമസിക്കുന്ന എവിടെയാ? കൂത്തുപറമ്പാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയുള്ള കൂട്ടുകാർ? ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരാണോ, അല്ലെ ഒരുമിച്ച് പഠിച്ചു വളർന്ന കൂട്ടുകാരാണോ? എങ്ങനെയാണ്? വർക്ക് എവിടെ? അത് ശരി. അപ്പൊ ഓക്കെ, എന്തിനാണ്? അത് ശരി. ഇപ്പൊ ഫർണിച്ചർ എടുക്കാൻ വേണ്ടി വന്നിട്ട് എന്തെങ്കിലും ആഘോഷ ഭാഗമായിട്ട് എടുക്കാൻ വേണ്ടി വന്നാണ്? എങ്ങനെയാണ്? വന്നാണ്. ഓക്കെ, ശരി. ഭക്ഷണം കഴിച്ചോ? ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഒരു ചെറിയ ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഇവിടെയുണ്ട്.
ഇവിടെയുണ്ട്, നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഏതാണ്? ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം. എ സി അല്ല. ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ, ഇപ്പൊ നമ്മള് പിന്നെ പറയാ, പിന്നെ ഓം പോയി, ഇവൻ പോയി, ശ്വാസം പോയി, മഴ പോയി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം. അങ്ങനെ ലോകത്ത് ഒരു വീട്ടുപകരണം ഉള്ളൂ, അതാണ് അതിന്റെ പേര്. അതിവിടെയുണ്ട്, ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം. യെസ്, കറക്റ്റ് ആൻസർ. ടീ പോയി. ടീ എന്നുള്ള അക്ഷരം പോയി കഴിഞ്ഞാലുള്ള ഒരു വീട്ടുപകരണമാണ് ടീ പോയി എന്ന് പറയുന്നത്. ഇത് ടീ പോയി പെടുന്ന സാധനമാണ്, ഇതൊക്കെ ടീ പോയി പെടുന്ന സാധനമാണ്. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ടീമിനുള്ള പേരുണ്ട്, ഈ 4 ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ? ഒന്നുമില്ല. ഓഫീസ് പേരെന്താണ്? ഐ ഫിനാൻസ്. ഓക്കെ, അപ്പം അതിൽ ഐ ഫിനാൻസിലേക്ക് വേണ്ടി നമ്മുടെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പോപ്പുലർ ഫർണിച്ചറിന്റെ സ്നേഹ സമ്മാനം മഹാബലി നൽകുകയാണ്. മഹാബലി കൊടുത്തോളൂ. 4 പേര്, 4 മനുഷ്യർ കാരണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസ കൂടി മൊബൈൽ നോക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. യെസ്, ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലി ഇപ്പൊ നമ്മള് കൂത്തുപറമ്പ് സന്തോഷത്തിലെത്തിയിരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്ത് നമുക്ക് ഓണക്കാലത്ത് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഒരു വികാരമാണ് സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നിമിഷവും എപ്പോഴും സന്തോഷമുള്ള നിമിഷങ്ങളാവട്ടെ എന്ന് സന്തോഷത്തിൽ നിന്നുകൊണ്ട് സന്തോഷപൂർവ്വം പറയുകയാണ്. നമ്മള് സന്തോഷം കൊടുക്കുന്ന കുറച്ച് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം മാവേലി കൊടുക്കണം, മാവേലിന്റെ കയ്യിലാണ് സമ്മാനം ഏൽപ്പിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ തട്ടിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്റെ കൂടെയുള്ള 2 സഹോദരിമാരുണ്ട്, പിന്നെ ഞാനും. നമ്മൾക്ക് സമ്മാനം തരില്ല, കാരണം നമ്മൾ വിശ്വാസമില്ല, നമ്മൾ കള്ളത്തരം പറയുന്നവരാണ്, തട്ടിപ്പ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് മഹാബലിയുടെ മാത്രമാണ് സമ്മാനം ഏൽപ്പിക്കുള്ളൂ. ഉത്തരം പറഞ്ഞിട്ടെങ്കിൽ മാത്രം മഹാബലി സമ്മാനം കൊടുക്കുന്നത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സന്തോഷത്തോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് ആര് ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അമ്മ ആന്റി എവിടെ? അമ്മയുടെ ഈ കുട്ടിയുടെ അമ്മയുടെ വരൂ വാ. ആന്റി ഉണ്ടോ? പിന്നെ വേറെ ആരാ ഉള്ളത്? അച്ഛമ്മയുടെ. പിന്നെ അനിയത്തി കുട്ടിയില്ലേ? എല്ലാരും ഇവിടെ നിൽക്കും, ഞാൻ ചോദിക്കുക. ബാബാ അടുത്തോട്ടിക്കോട്ടോ, നിങ്ങൾ കൂടെ വന്നെയാ? അമ്മ എടുത്തോട്ടോ. ഓക്കെ, അപ്പൊ ഞാന് ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ സന്തോഷത്തിന്റെ വക മാവേലിയുടെ വകയായിട്ട് സന്തോഷത്തോടെ സമ്മാനം തരും. റെഡി? അത് നമുക്ക് ഓണസദ്യയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. അത് ഓണസദ്യ ആയാലും കല്യാണ സദ്യ ആയാലും
ഞാൻ ക്ലൂ തന്നിട്ട്, അതായത് ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും. ഓക്കെ, ഓണസദ്യയിലും അത് കല്യാണ സദ്യയിലുള്ള ഒരു വിഭവമാണ്. ആ വിഭവം ഏതാണെന്ന് നിങ്ങൾ പറയണം. അതിന്റെ ക്ലൂ ഞാൻ തരാം. തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പേരിനകത്തുള്ള ഒരു വിഭവം ഏതാണ്? കൂട്ടുകറിയല്ല, കൂട്ടുകറിയല്ല. തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പേരിന്റെ അകത്തുള്ള ഒരു വിഭവം. എന്തോ ഉറക്കപ്പുറ? അതാണ് കറക്റ്റ് ആൻസർ ആണ്, ഓലൻ. അതിലൊരു ഓല ഒളിഞ്ഞിരിപ്പുണ്ട്, അതാണ് തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞത്. കാരണം മാവേലി ഉള്ളത് കൊണ്ട് അധികം ടഫ് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ചെറുത് ചോദിച്ചിട്ട് സന്തോഷത്തോടെ സമ്മാനം കൊടുക്കുക. മാവേലി സന്തോഷത്തിന് വക സന്തോഷത്തോടെ ആ സമ്മാനം ചേച്ചി കൊടു. വായിച്ചോ വായിച്ചോ, എല്ലാം കൂടി വായിച്ചു. ഒരു നല്ല കൈയുടെ എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ആൾക്ക് കൊടുക്കാൻ നമുക്ക് അടുത്ത ആളെ നോക്കിയിട്ട് പോവാം അല്ലേ? വാ, സന്തോഷത്തോടെ പോവാം. അടുത്ത ആളെ സന്തോഷത്തില് അടുത്ത സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫാമിലിയെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ പേരെന്താ? അമ്മയുടെ പേര് എവിടെയാ താമസം? എവിടെയാ? മോളുടെ പേര്? എത്ര ക്ലാസ്സാ പഠിക്കുന്നേ? 5ല്. അപ്പൊ ഒരാൾ കൂടി ഉണ്ട്. ഇങ്ങോട്ട് വന്നോളൂ. അല്ല, പേരെന്താ പറഞ്ഞേ? ഷാനിത മേഡം അവിടെയുണ്ട്. അവര് ഉത്തരം പറയുമ്പോൾ മാത്രം ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞു. അതുവരെ അവിടെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, ഉത്തരം കിട്ടാൻ വരട്ടെ. അപ്പൊ ഉമ്മ പിന്നെ ഓണാശംസകൾ. മോനാട്ടിക്കും മോളൂട്ടിക്കും ഓണാശംസകൾ. മാവിലെ കണ്ടില്ലേ? ഒരു ഷെയ്ക്കിനോട് മാവിലേക്ക്. ഓക്കെ, അപ്പൊ ചോദ്യമാണ് സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഇതൊരു പൂവാണ്. ഓണത്തിന് പൂക്കളത്തിൽ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരുന്നൊരു പൂവാണ്. നമ്മളെ പറമ്പത്തൊക്കെ കാണും, ഇപ്പം കാണുന്നത്, പണ്ടൊക്കെ പറമ്പത്തൊക്കെ കാണും. ആ പൂവിന്റെ പേരിന് ചന്ദ്രക്കല ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ വസ്ത്രത്തിനുണ്ട്, പിന്നെന്താ പറയാ, നമ്മുടെ വീട്ടിനുണ്ട്, പല വസ്തുക്കളും ഉണ്ടാവും. എന്താ? തുമ്പ പൂവാണ്. അങ്ങനെ ചന്ദ്രക്കല ഇട്ട എന്തായി? തുമ്പയ്ക്ക് ചന്ദ്രക്കല ഇട്ടാൽ എന്തായി? കാക്കാപ്പൂല്ല. തുമ്പ ഉമ്മ പറഞ്ഞ പൂ കറ്റാണ്, തുമ്പയാണ്. തുമ്പക്ക എന്ത്? ഇങ്ങോട്ട് വാ, ഞാൻ ഉത്തരം പറയാനായിട്ട് ഇങ്ങോട്ട് വരും. ഇവിടേക്ക്. ഓക്കെ, തുമ്പയ്ക്ക് ചന്ദ്രക്കല ഇട്ടാല് വസ്ത്രത്തിലൊക്കെ തുമ്പാണ്. നമ്മുടെ മുണ്ടിന്റെ തുമ്പുണ്ട്, അല്ല എല്ലാ സാരിക്ക് തുമ്പുണ്ട്, എല്ലാത്തിനുണ്ട് തുമ്പ്. അതായത് തുമ്പ എന്നുള്ള പേരുള്ള പൂവിന് ചന്ദ്രക്കല ഇട്ടാൽ തുമ്പ് വസ്ത്രങ്ങൾക്കും എന്താ പറയാ മറ്റുള്ള വസ്തുക്കൾക്ക് കാണുന്നതാണ്. ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരോ? ഉമ്മയാണ് ആദ്യം തുമ്പ എന്നുള്ള പേര് പറഞ്ഞല്ലേ? അപ്പം ഉമ്മക്ക് സമ്മാനം അങ്ങോട്ട് കൊടുക്കാം. സന്തോഷം നൽകുന്ന, സന്തോഷത്തോടുകൂടിയുള്ള ഒരു ഓണ സമ്മാനം. മാവേലി വാങ്ങിച്ചോ, മോളും കൂടി വാങ്ങിച്ചോ. രണ്ട് കൈ കൊണ്ട് വാങ്ങാം. ഓക്കെ, സന്തോഷമില്ലേ? സന്തോഷം, അതാണ് സന്തോഷം. ഓക്കെ, വാ. നമ്മുടെ സന്തോഷത്തിൽ വളരെ സന്തോഷപൂർവ്വം മാവേലി ഇങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രജകളുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുൽ ഭായ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പം അതുൽ ഭായ് നമ്മുടെ മാവേലിയുടെ കയ്യിൽ ഒരു സമ്മാനം കൊടുക്കും. ഇതൊരു സമ്മാനം നമ്മുടെ ഉത്തരം പറയുന്ന ആൾക്ക് കൊടുക്കും സന്തോഷപൂർവ്വം എന്നാണ്. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓണ സദ്യയിലുള്ള ഒരു വിഭവമായിട്ടാണ്. നമുക്ക് ആദ്യം പരിചയപ്പെടാം. അമ്മയുടെ പേരെന്താ? നന്ദിനി അമ്മ. വീട് എവിടെയാ? വേങ്ങാട് തെരുവിലാണോ? പുല്ലിയോട്. ഓക്കെ. സഹോദരിയുടെ പേര്? പഠിക്കുകയാണോ? എന്തിനാ പഠിക്കുന്നത്? 10th. അപ്പൊ 10th പഠിക്കുകയാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ഇതിനു കൂടി വേണ്ട ചോദിക്കട്ടെ.
അതുൽ ഭായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? കൂട്ടുകറി. കൂട്ടുകാരിന്റെ പ്രത്യേകം വെച്ചാല് ഈ സദ്യയുടെ കൂടെ മാത്രമേ നമ്മളത് കഴിക്കുള്ളൂ അല്ലേ? അതാണ്. ബാക്കിയെല്ലാം നമ്മള് കൂട്ടിന്റെ കൂടെ സാമ്പാർ കഴിക്കും, ബാക്കിയൊക്കെ കഴിക്കും. പക്ഷേ ഈ കൂട്ടുകറി അങ്ങനെ പ്രത്യേകതയുണ്ട്. ഓക്കെ, കൂട്ടുകറി. അമ്മക്ക് ഏത് വിഭവം ഇഷ്ടം? ഏത് സദ്യയിൽ ഏത് വിഭവം ഇഷ്ടം? ഏതാണ്? കൂട്ടുകറിയാണോ, അച്ചാറാണോ, എന്താണ്? എന്താ ഇഷ്ടം? അമ്മയുടെ ചെറിയുണ്ടല്ലോ, അത് അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്. ഇപ്പൊ ചോദ്യം വെച്ചാല് നമ്മള് പ്രത്യേകിച്ചൊന്നുമില്ല, ഓണ വിഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ടാവും അല്ലേ? ഇലയിൽ തരുന്ന ഐറ്റം ഉണ്ടാവും, അല്ലാതെ ക്ലാസ്സിൽ തരുന്ന ഐറ്റം ഉണ്ടാവും അല്ലെ? പായസമൊക്കെ നമുക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ തരിക, ചിലപ്പോൾ കയ്യിൽ തരുന്ന ഐറ്റം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്ലൂ ആണ്. ചോദ്യം, നമ്മൾ ഏത് വിഭവം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന ഒരു വിഭവത്തിന്റെ പേരുണ്ട്. അതായത് നമ്മൾ ഏത് വിഭവം കഴിച്ചു കഴിഞ്ഞാലും നമ്മളൊരു മറ്റൊരു വിഭവത്തിന്റെ പേര് പറയും. എങ്കിൽ ഏതാണ് ആ വിഭവം എന്നാണ് ചോദ്യം. ഞാൻ ആദ്യം അമ്മയോട് ചോദിക്കട്ടെ, അറിയോ? ഏത് വിഭവം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന മറ്റൊരു വിഭവത്തിന്റെ പേര്? ക്ലൂ തരാം. ഇത് കയ്യിലാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ കൊണ്ടുവരും, ഒഴിക്കട്ടെ തന്നോളൂ, ഇങ്ങനെ കഴിക്കും. ദിസ് കറക്റ്റ് ആൻസർ. രസമാണ്. നമ്മൾ കൂട്ടുകാർ എങ്ങനെയുണ്ട്? രസമുണ്ട്. സാമ്പാർ എങ്ങനെയുണ്ട്? രസമുണ്ട്. സദ്യ മൊത്തത്തിൽ എന്തുണ്ട്? കേമായിരിക്കും, നല്ല രസമുണ്ട് എന്ന് പറയും. അപ്പൊ ഏത് വിഭവം കഴിച്ചാൽ നമ്മൾ പറയുന്ന മറ്റൊരു വിഭവത്തിന്റെ പേരാണ് രസം എന്നുള്ളത്. അപ്പൊ ഉത്തരം പറഞ്ഞ പേര് അനുഷ്മയ്ക്ക് നമ്മുടെ സന്തോഷം സന്തോഷം നൽകുകയാണ്. മാവേലി കൊടുത്തോളൂ. ഇനി മാവേലി സന്തോഷപൂർവ്വം സഹോദരി കൊടുത്തോളൂ. വാങ്ങിച്ചോ. സന്തോഷായില്ലേ? സന്തോഷായി. ഇപ്പോൾ ഉള്ളത് സന്തോഷത്തിന്റെ വെഡിങ് സെക്ഷനാണ്. നമ്മുടെ കല്യാണ പെണ്ണിനെ അനുകരിക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എന്താ പറയാ വെറൈറ്റി സാരികളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഒരു വെഡിങ് സെക്ഷൻ എന്ന് പറയുന്നത്. മാവേലൊന്ന് ചുറ്റി കാണട്ടെ. ബാക്കിയതിനു ശേഷം നമുക്ക് ടീമിനെ കണ്ടെത്തിയിട്ട് സന്തോഷപൂർവ്വം സന്തോഷത്തിന് സമ്മാനം നമുക്ക് കൊടുക്കാനുണ്ട്. എല്ലാം വരെ തീർച്ചയായും. ഈ പ്രശ്നം മാത്രം നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാതെ കാണുന്നില്ലേ? കാരണം അദ്ദേഹം നമ്മുടെ ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ ഒരു ദൂരദർശനം പോലെ ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നുള്ള കാര്യം. ഇതിന്റെ പേരാണ് പ്രതിമ എന്ന് പറയും. പക്ഷെ മാവേലിയുടെ പാതാളത്തിലൊന്നും ഇങ്ങനെ സംഭവമില്ല. ഇവിടെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്ത് ഇതുപോലെ കാണും. ഒരു
ഓണാശംസ പറഞ്ഞേ. ഓണാശംസകൾ. ആ. എന്നിട്ട് മൈൻഡിലല്ലോ. അത് എല്ലാം മനസ്സിലുണ്ടാവും. ആ. ഈ തൊട്ടടുത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട് കണ്ടാ. ഹലോ, പേരെന്താ? സുഖല്ലേ? ഹാപ്പി ഓണം. എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷവും സന്തോഷത്തിൽ നല്ല തിരക്കാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും തിരക്കുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഓണക്കോടി സന്തോഷത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്തോഷമുണ്ട്. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും സന്തോഷം. വെഡ്ഡിങ്സിൻ്റെയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. അതിനുള്ളിൽ കയറാൻ കഴിയില്ല. സുഖല്ലേ? സുഖം. കാമടുത്തേക്ക് കാണൂല. മാവേലിക്ക് കാമടുത്ത് കാണൂല. അപ്പഴായിട്ട് ബാറ് നമസ്കാരം. സുഖല്ലേ? ഹാപ്പി ഓണം. എത്ര പവന്? 1,19,600. ഓഹോ, എവിടെ എത്തിയല്ലേ? ഞാൻ ഭരിക്കുന്ന സമയത്ത് 10 രൂപ ഇല്ല. ഇല്ല. രണ്ടുപേരും നമസ്കാരം.
മാവേലി ഇപ്പൊ നമ്മളെ പ്രകാശ് ജോലിയിലാണ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ ഇതിന്റെ എല്ലാമായി അതുൽ ഭായ് നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് ആദ്യം അതുൽ ഭായ് ചോദിക്കാം, നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ, സമ്മാന പദ്ധതികൾ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഡെയിലി നറുക്കെടുപ്പിലൂടെ ഒരു വിജയിക്ക് ഡെയിലി ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ 50,000 കൂടുതൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഓരോ ഗോൾഡ് കോയിൻ സമ്മാനങ്ങളും, പിന്നെ കൈനിറിയ സമ്മാനങ്ങൾ, നമ്മൾ ഒരുപാട് ഓണക്കിറ്റും കാര്യങ്ങളായിട്ട് ഈ ഒരു ഓണം അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ശരി. അപ്പൊ ഇത് എല്ലാ ദിവസവും എത്ര മണിക്കാണ് നറുക്കെടുപ്പ്? എത്ര മണിക്കാണ്? വൈകുന്നേരം ഒരു 6 മണി 7 മണി എല്ലാ ദിവസവും ഗോൾഡ് കോയിൻ ഉണ്ട്. പിന്നെ അല്ലാതെ പർച്ചേസിന്റെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ കിറ്റും, ഓണക്കിറ്റും ഒക്കെ ഉണ്ട്. അപ്പം ഇത്തവണത്തെ ഓണം പ്രകാശനോട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രകാശത്തില് നമ്മുടെ മുഖത്തൊരു പ്രകാശം, സന്തോഷം വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രകാശം വരിക. അപ്പൊ ആ ഒരു പ്രകാശത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ പ്രകാശ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, അത് പേരെന്ന് പറഞ്ഞേ? അശ്വതി. ബിന്ദു. മോന്റെ പേര്? മോനാണ്. കാതിൽ കടുക്കിട്ട് മനസ്സിലല്ലേ. എന്താ പേര്? ഇഷിക്ക. പഠിക്കുന്നുണ്ടോ? എവിടെ? LKG. ഏത് സ്കൂളിലാ? സ്കൂളിന്റെ പേരെന്താ? വേദവാസ്. ഓക്കെ, ഇതാരാണെന്നറിയോ? ഇത് ആരാ മാവേലി? ആരാ മാവേലി? ഇതാ മാവേലി. പണ്ട് പഠിച്ചോ? ഇതാണ് മാവേലി. ഇതാണ് മാവേലി. ഓക്കെ, അപ്പം ചെറിയ ഒരു ചോദ്യമാണ്. നമ്മൾ സമ്മാനം തരാനായിട്ട് ചോദിക്കുന്നതാണ്. പണ്ട് കാലങ്ങളില് നമ്മളെ അതിര് തിരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ എന്തൊക്കെ വേലി കെട്ടാറുണ്ട് അല്ലെ? പണ്ട് കാലങ്ങളിൽ മുള്ളു വേലിയാണ്, പിന്നെ അതിനുശേഷം കല്ല് വേലി വന്നു, ഇപ്പൊ കോൺക്രീറ്റ് വേലിയൊക്കെയാണ് അല്ലെ? എന്നാൽ ഒരു വേർതിരിവും ഇല്ലാത്ത വേലി ഏതാണ്? ഒരാളെയും വേർതിരിച്ച് കാണാത്ത വേലി. അതാണ് ഞാൻ ആ വേലി ഇവിടെ ഉണ്ടായിട്ടാണ്. അതാണ് മാവേലി. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ പ്രകാശ് നൽകുന്ന സമ്മാനം ഇവിടെ സാർ ഇത് മാവേലിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. മാവേലി വിജയ്ക്ക് കൊടുക്കുന്നു. ആ വേലിയാണ് ഈ വേലി, മാവേലി. വാങ്ങിച്ചോ. ഓക്കെ, അപ്പൊ നമ്മുടെ പിന്നെ ഗ്രാമ്യ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗിഫ്റ്റ്
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേ മാവേലി CM ട്രേഡേഴ്സ് എത്തിയിരിക്കുകയാണ്. അതായത് 5 വർഷം പൂർത്തീകരിക്കുകയാണ് ഈ സെപ്റ്റംബർ മാസം വന്നാൽ CM ട്രേഡേഴ്സ്. ഈ 5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു 10-15 വർഷത്തിലധികമുള്ള പാരമ്പര്യത്തിന്റെ മഹിമയുണ്ട് നമ്മുടെ ഈ ഒരു CM ട്രേഡേഴ്സിന്. ഏതൊരു ആഘോഷത്തിന്റെ ഭാഗമായാലും നമ്മുടെ ഗ്രാമികയുടെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് CM ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് അതായത് നമുക്ക് ഈ CM ട്രേഡേഴ്സ് പോലുള്ള സ്ഥാപനങ്ങളിൽ ഓണം വിഷുന്നൊന്നുമില്ല, എപ്പോഴും ഡിസ്കൗണ്ടും അതുപോലെ തന്നെ സെലക്ഷനും ഗുണമേന്മയിലും നമ്പർ 1 ആണ് CM ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളുടെയും നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ആയിക്കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും ഉള്ള കാര്യങ്ങൾക്ക് നമ്മുടെ CM ട്രേഡേഴ്സിലേക്ക് വരിക. ഇത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓണ സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സാറിന്റെ പേര്? ഷകിൽ. ഷകിൽ. ഈ ഇതിന്റെ ഓണർ പാർട്ട്ണറാണ്. ഇവിടെ സ്വന്തം സ്ഥലം എവിടെയാ? മൂര്യാടാണ്. പേര്? പ്രിയേഷ്. ഇവിടെ സെയിൽസ്മാൻ ആണ്. ഓക്കെ. അപ്പം പിന്നെ എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഷോറൂം? മൊത്തത്തില് ഡിസ്പ്ലേ സെന്റർ മാത്രം 3500, ചെറിയൊരു ഏരിയ 3500 സ്ക്വയർ ഫീറ്റിലെ ഡിസ്പ്ലേ, ബാക്കി 2 സ്റ്റോക്ക് പോയിന്റ് ഇതൊക്കെയാണ്. ഓക്കെ. നമ്മൾ 5 വർഷം പൂർത്തീകരിക്കുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും ആഘോഷ പരിപാടി വല്ലതും ഉണ്ടോ? പ്ലാനിംഗ് ഉണ്ടോ? നമ്മളെ കസ്റ്റമർക്ക് എല്ലാവരും നോർമൽ റേറ്റ് ആഘോഷങ്ങൾ, ആഘോഷ പരിപാടിയൊക്കെ തന്നെ സ്പെഷ്യലായിട്ടൊന്നും ഒന്നുമില്ല, പ്ലാനിങ്ങിലില്ല. അതായത് അതാണ് കാരണം എല്ലാ കസ്റ്റമേഴ്സിനും എപ്പം വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ടും ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമൊന്നുമില്ല, എപ്പോഴും ജനങ്ങളുടെ കൂടെയാണ് CM ട്രേഡേഴ്സ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനി നമ്മുടെ ഗ്രാമീണ ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് CM ട്രേഡേഴ്സിന്റെ ഒരു ഓണാശംസ പറഞ്ഞു. എല്ലാവർക്കും CM ട്രേഡേഴ്സിന്റെ ഓണാശംസകൾ. എല്ലാം പറഞ്ഞു. അതെ, ഓക്കെ.
ഗ്രാമിക ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേ മാവേലി എന്ന പരിപാടിയായിട്ട് നമ്മൾ ഉള്ളത് കൂത്തുപറമ്പുള്ള ബേബി ഹൈപ്പർ മാർക്കറ്റാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചക്കറി, നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് പഴങ്ങളും പച്ചക്കറിയൊക്കെ ഉള്ള സ്ഥലമാണ്. തൊട്ട് സൈഡായിട്ട് ഇവിടെ മറ്റുള്ള കാര്യങ്ങളും, എന്നാലും കൂടുതലും പച്ചക്കറിയുടെ ഒക്കെ ഏരിയയാണ്. ഇവിടെ ബില്ലിംഗ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയോട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ബേബി ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, യെസ്. മാഡത്തിന്റെ പേര്? ഷിൻസി. ഷിൻസി. മോളുടെ പേര്? അഷ്മിയ. എത്ര ക്ലാസ് പഠിക്കുന്നത്? ഫോർത്തിൽ. ഏത് സ്കൂളിൽ? കൊളവല്ലൂർ കുന്നത്തറ. താമസിക്കുന്നത് എവിടെയാ? ചെറുവാഞ്ചേരി. ചെറുവാഞ്ചേരി. പർച്ചേസിംഗ് കഴിഞ്ഞോ? മോൾ എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടത്? എന്തൊക്കെ എടുത്തത്? ബിസ്ക്കറ്റ്സ്, തിന്നാൻ ചോക്ലേറ്റ്, പറ്റുന്ന കാര്യങ്ങൾ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പിന്നെ അങ്ങനെയാണ്. ശരി, അപ്പൊ ഒരു ചോദ്യം ചോദിക്കണേ. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ സമ്മാനം. റെഡിയല്ലേ? അതായത് മോള് ഏത് വഴിയിലൂടെയാണ് ഇവിടെ വന്നത്? നമ്മുടെ ബേബി ഹൈപ്പർ മാർക്കറ്റിൽ ഏത് വഴിയാ വന്നേ? ഏത് വഴി വന്നത്? ഏത് വഴിയാ വേണ്ട വന്നേ? വലിയ വെളിച്ചം. വലിയ വെളിച്ചം വഴി കൂത്തുപറമ്പ് ടൗൺ ടച്ച് ചെയ്താണോ വന്നത്? ടൗൺ ടച്ച് ചെയ്താണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഏതൊരു വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വഴി ഉണ്ടാവും. അപ്പൊ നമ്മള് കൂത്തുപറമ്പ് ടൗണിൽ നിന്ന് നമ്മുടെ പിന്നെ ബേബീസ് ഹൈപ്പർ മാർക്കറ്റ് വരാൻ വേണ്ടി അതിൻ്റെതായ ഒരു വഴിയുണ്ട് അല്ലേ? അപ്പൊ എന്റെ ചോദ്യമാണ്, പച്ചക്കറിയുടെ അടുത്തായത് വിളിക്കാണ്, പേരിൽ തന്നെ വഴിയുള്ള പച്ചക്കറി ഏതാ? പേരിൽ തന്നെ വഴിയുള്ള ഒരു പച്ചക്കറി ഉണ്ട്. അത് വറക്കാൻ ഉപയോഗിക്കും, സാമ്പാറിന് വേണ്ടി ഉപയോഗിക്കും. പാവയ്ക്കല്ല, ഏതാ? വഴി. വഴി വഴിക്ക് ഇംഗ്ലീഷ് എന്ത് പറയും? വഴിക്ക് ഇംഗ്ലീഷ് എന്താ പറയാ? വേറെ പറയാണ്ടല്ലോ. ഇങ്ങനെ ഈ പച്ചക്കറി മുറിക്കുമ്പോ ഏതാണ്ട് ഒരു ബ്ലഡ് കളർ ഉണ്ടാവുക. അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞാൽ വഴി. ഇപ്പൊ വഴിയുള്ള പച്ചക്കറി ബീറ്റ്റൂട്ട്. ഓക്കെ ഓക്കെ. വഴിയുള്ള പച്ചക്കറി ഏതാ? ബീറ്റ്റൂട്ട് ആണ്. റൂട്ട് എന്ന് പറഞ്ഞ വഴി. അപ്പൊ അതിന് ഉത്തരം പറഞ്ഞ നമ്മുടെ ഫാമിലിക്കുള്ള സമ്മാനം ഹാൻഡ് വരുന്നു. അതിനുവേണ്ടി നമ്മുടെ ബേബി ഹൈപ്പർ മാർക്കറ്റിന്റെ വാ. യെസ് സാർ, വിടുന്നുള്ളൂ. സാറിന്റെ പേര്? സിദ്ദിഖ് ബാബു സാർ. നമ്മുടെ ഇതിന്റെ എന്താണ്? മാനേജറാണ്. എത്ര വർഷമായിട്ട്? തന്നെയുണ്ട്. സ്വന്തം സ്ഥലം എവിടെയാ? ഇവിടെ കൂത്തുപറമ്പ്. അപ്പൊ നമ്മള് പച്ചക്കറി സെക്ഷൻ ആയതുകൊണ്ട് പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചത്. കാരണം ഓണത്തിന് സദ്യയിൽ വേണ്ട ഒരു പച്ചക്കറി സാധനമാണ്. അപ്പൊ അത് ഉത്തരം പറഞ്ഞു. വഴിയുള്ള പച്ചക്കറി ഏതാണ്? ബീറ്റ്റൂട്ട്. ഓക്കെ. ഉത്തരം പറഞ്ഞ ഫാമിലിക്ക് സാറ് മഹാബലിക്ക് സമ്മാനം ഹാൻഡ് പറയുന്നു. മഹാബലി ഇവിടെ സമ്മാനം കൊടുക്കും. ഓക്കെ, സിദ്ദിഖ് സാറ് സമ്മാനം കൊടുക്കാം. വാങ്ങിച്ചോ, മോള് വാങ്ങിച്ചോളൂ. ഓക്കെ, ഹാപ്പി ആണ്. ഓക്കെ ഓക്കെ സാർ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ബിസിനസ്? എങ്ങനെയാണ്? നല്ല ഇപ്പം ഓണത്തിന്റെ തിരക്കാണ്. നമ്മള് മാക്സിമം എല്ലാ ഓഫേഴ്സും വമ്പിച്ച ഓഫേഴ്സാണ് ബേബി ഹൈപ്പർ മാർക്കറ്റ് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ നല്ല സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും. എപ്പോഴും കുടുംബാംഗങ്ങളെ പോലുള്ള സ്ഥിരം കസ്റ്റമേഴ്സ്. ഏതെങ്കിലും വീക്കിലി ഏതെങ്കിലും ദിവസങ്ങളിൽ അങ്ങനെ ഒരു വീക്കിലി ആയിട്ട് ഓഫർ ഉണ്ടാകാറുണ്ടോ? ഞങ്ങളെല്ലാം വീക്കിലി ഇവിടെ വീക്കെൻഡ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. വീക്കിലി ഓഫേഴ്സ് ഉണ്ട്. ഓണത്തിനനുബന്ധിച്ചിട്ട് 31st വരെ മെയിൻ ഓഫേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അടിപൊളി ഓഫറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഓണ സദ്യ ഒരുക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ ബേബി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് റെഡിയാണ്. അപ്പൊ എല്ലാവരും വരിക, ഓണം നമ്മുടെ ബേബിയുടെ കൂടെ ആഘോഷിക്കുന്നുള്ളതാണ്. അപ്പൊ സാറിന് ഒരു ഓണാശംസ, അതായത് ബേബി ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണാശംസ ഒന്ന് പറയാം. എല്ലാ ജനങ്ങൾക്കും ബേബി ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണാശംസകൾ. അപ്പം ഹാപ്പി ഓണം. യെസ്.
ഇങ്ങോട്ടല്ലേ ഇറങ്ങണ്ടേ? അങ്ങോട്ട് ഇറങ്ങണ്ടേ? ആ മുട്ടിക്കോ. വാങ്ങിച്ചാ? ഹാപ്പി ആണേ. ഓക്കെ. ഹലോ, ഹാപ്പി ആണ്. എന്താണ് കുഴപ്പമില്ല, അങ്ങനെ വേണ്ട. ഹാപ്പി ഓണം. നമ്മുടെ ഒരു ചേച്ചിയും ഒരു മോളും കൂടി ഉണ്ട്. പേരെന്താ? ഹരിശ്രീ. ഹരിശ്രീ. സജിമ. ഇവിടെ താമസിക്കുന്ന എവിടെയാ? നരവൂര്. നരവൂര്. അപ്പൊ നമ്മുടെ ഓണത്തിന് വകയായിട്ട് ഗ്രാമിക ചാനലിന്റെ ചെറിയ സമ്മാനമുണ്ട്. ചെറിയ ചോദ്യം ചോദിക്കും. ഓക്കെ, ചോദ്യമാണ്, കാല് രണ്ടുണ്ടെങ്കിലും മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്തത് എന്തിനാണ്? കാല് രണ്ടുണ്ട് പക്ഷെ മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല. ഉത്തരം നിങ്ങളുടെ ഉണ്ട്. നിങ്ങൾ രണ്ടാടിക്കൊണ്ട് നമ്മുടെയൊന്നുമില്ല. കാല് രണ്ടുണ്ടെങ്കിലും പക്ഷെ മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല. കാല് രണ്ടുണ്ട് പക്ഷെ മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല. കമ്മലല്ല. കാല് രണ്ടുണ്ട് പക്ഷെ മൂക്കിലേക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് രണ്ടാക്കുണ്ട്. ആ, എന്താ കന്നഡക്ക് രണ്ട് കാലില്ലേ? മൂക്കിലേക്ക് എന്ത് ചെയ്യും? നേരെ താഴെ പോകും. ഓക്കെ, ഉത്തരം കന്നഡയാണ്. ഉത്തരം പറഞ്ഞ രണ്ടുപേർക്കും ഗ്രാമിക ചാനലുകളുടെ സമ്മാനം മഹാബലി കൊടുത്തോളൂ. വായിച്ചോ. ഓക്കെ, രണ്ടാക്കുണ്ട് പറയുമ്പോ അങ്ങോട്ട് കൊടുത്തു. എടുക്കുന്നില്ല, സെൽഫി എടുക്കുന്നില്ല. ചേട്ടന്മാരുടെ പേര്? ഷഫീഖ്, റാഷിദ്. എവിടെ സ്ഥലം? ചെറുവാഞ്ചേരി. 3 പേര് ചെറുവാഞ്ചേരിയാണ്. അപ്പം ഓണത്തിന്റെ ഭാഗമായിട്ട് മാവേലിയോടൊപ്പം അതേ മാവേലി പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഗ്രാമീണ ചാനൽ നമുക്ക് ചെറിയൊരു സമ്മാനമുണ്ട്, നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകാം. ഓക്കെ, കാലുണ്ട്, ഉടലില്ല, പാദവുമില്ല, നിങ്ങളുടെ കൂടെയുണ്ട്. കാല് രണ്ടുണ്ട്, പിന്നെ അരയുണ്ട്, പാദവുമില്ല. എന്താണ്? നിങ്ങളുടെ 3 പേരുടെയും കൂടി ഉത്തരവുണ്ട്. കാല് രണ്ടുണ്ട്, അരയുണ്ട്, പാദമില്ല. എന്താണ്? കാല് രണ്ടുണ്ട്, അരയുണ്ട്, പാദമില്ല. നിങ്ങളുടെ 3 പേരുടെ കൂടി ഉണ്ട് ഉത്തരം. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് നിങ്ങളുടെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങളുടെ 3 പേരുടെ കൂടി ഉത്തരം ഉണ്ട്. നമ്മുടെ 3 പേരുടെയും ഉത്തരം കാണൂല. മൊബൈലാണോ? മൊബൈലല്ല. കാല് രണ്ടുണ്ട്, കാല് രണ്ടുണ്ട്, അല്ല കാല് രണ്ടുണ്ട്, അരയുണ്ട്, പാദമില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന് താഴെ ഈ ബെൽറ്റ് എവിടെ നിൽക്കുന്നത്? ഈ ബെൽറ്റ് എവിടെ നിൽക്കുന്നത്? കാല് രണ്ടുണ്ട്, അരയുണ്ട്, പാദമില്ല. എന്താണ്? പാന്റ് തന്നെ കാര്യം. എന്താ ഇവിടെ പറഞ്ഞു 3 പേർ ചാൻസ് ഉണ്ട്. ഉത്തരം പാന്റ് ആണ്. നമ്മളെ 3 പേര് ആരോടും പാന്റ് ഇല്ല. ഇദ്ദേഹത്തിന് 3 പേര് പാന്റ് ഉണ്ട്. പാന്റിന് അരയുണ്ട്, കാല് രണ്ടുണ്ട്, പാദമില്ല. അപ്പൊ എന്ത്? പാന്റ്. ഓക്കെ, മാവേലിയുടെ ഒക്കെ സമ്മാനം കൊടുത്തോളൂ. ഓക്കെ, ഹാപ്പി ഓണം. അടുത്തത് നമ്മുടെ അവതാരികയുടെ കൂടെ സീനിയർ ആയിട്ട് പഠിച്ചൊരു ചേച്ചിയാണ്. പേരെന്താ? വിസ്മയ. ഓക്കെ, അതല്ല ഭയങ്കര പേരാ, വിസ്മയമായിട്ടുള്ള പേരാണ്. പിന്നെ താമസിക്കുന്ന എവിടെയാ? കതിരൂരാണ്. ഓക്കെ, മോന്റെ പേര്? എത്ര ക്ലാസ്സിലാ? അഞ്ചില്. ഏതാ സ്കൂള്? ബ്രണ്ണൻ. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ഓണത്തിന്റെ അതേ മാവേലി പരിപാടിയില് ഗ്രാമീണ ചാനൽ നൽകുന്ന ഒരു ചെറിയ സമ്മാനാണ്. പറയാം.
പലരും ശരീരത്തിൽ തൊടുന്ന മരം ഏതാണ്? പലരും ശരീരത്തിൽ തൊടുന്ന മരം. അല്ലല്ല, ഒരു മരത്തിന്റെ പേരാണ് പലരും ശരീരത്തിൽ തൊടും. ഇത് മേഡത്തിന് ഉത്തരം പറയാൻ പറ്റും. ചന്ദനം. എവിടെയുണ്ട്? ഉത്തരം ചന്ദനമാണ്. ചന്ദനം എന്ന് പറഞ്ഞ മരത്തിന്റെ പേരാണ്. പലരും ശരീരത്തിൽ തൊടുന്ന മരമാണ് ചന്ദനം. മേഡം തൊട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ ഉത്തരം പറഞ്ഞ മേഡത്തിനും ഓരോരുത്തരും കൂടി മഹാബലി നൽകുന്ന ഗ്രാമിക നൽകുന്ന സമ്മാനം. ആ ടീച്ചറാണ്. ഏത് വിദ്യാലയത്തിലെ? പേരാവൂർ മലബാർ ബി ട്രെയിനിങ് കോളേജിൽ പ്രൊഫസറാണ്. രണ്ടൊരു പാട്ട് പാടിയേ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം ഭാഗം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മുന്തിരി പാടം മൂത്തുരഞ്ഞു മുക്കുതി ചോരാം ചോളാം ഓക്കെ, അടിപൊളി. ഹാപ്പി വേണം. ഓക്കെ മേഡം. സന, അൻവിത, ഹലോ. എവിടെ സ്ഥലം? മൂന്നര കോഴിക്കോടാണ്. അപ്പൊ കൂത്തുറമ്പ് എന്താ പരിപാടി? ആരുടെ കല്യാണം? എപ്പം കല്യാണം? ഇന്നും നാളെ കല്യാണം. അപ്പൊ അതായത് ഫ്രണ്ടിന്റെ കല്യാണത്തിനായിട്ട് കോഴിക്കോട് വന്നിരിക്കുന്ന 3 സഹോദരിമാരാണ്. അപ്പൊ നമ്മള് ഗ്രാമിക ചാനലിലാണ്. ചാനലിന്റെ ഒരു സമ്മാനം തരാൻ വേണ്ടി പോകുന്നത്. കാരണം കോഴിക്കോടിനെ കണ്ണൂർ കൂത്തുറമ്പ് വന്നല്ലേ, ഒരു സമ്മാനം തരാം. ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം. റെഡി? ഉത്തരം പറയാം. അതായത് ചോദ്യം ചോദിക്കാം. പേര് ശരീരത്തിൽ എങ്ങനെയാണോ അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം ഏതാണ്? ശരീരത്തിൽ എങ്ങനെയാണോ അണിയുന്ന രീതി, അരഞ്ഞാണ് അണിയുന്ന സ്ഥലത്തിന്റെ പേരിലാണ്. അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം. നിങ്ങളിൽ ഉത്തരവുണ്ട്. നിങ്ങൾ 3 പേരിൽ ഉത്തരവുണ്ട്. കമ്മലല്ല. നിങ്ങളുടെ 3 പേരിൽ ഒരാളുടെ ഉത്തരവുണ്ട്. ശരീരത്തിൽ എങ്ങനെയാണോ അണിയുന്നത് ഓർത്തു? കറക്റ്റ് ആൻസർ മൂക്കുത്തിയാണ്. കാരണം മൂക്കിന് കുത്തി അണിയുന്നതുകൊണ്ടാണ് അതിന് മൂക്കുത്തി എന്ന് പേര്. യെസ്. അപ്പൊ എന്നാൽ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. മഹാബലി സമ്മാനം ഗ്രാമിക ചാനലിന്റെ ഒരു സമ്മാനം കൊടുത്തോളൂ. ഓക്കെ, ഹാപ്പി ഓണം. യെസ്. ഓക്കെ. അപ്പൊ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സദ്യ എന്ന് പറയുന്നത്. ആ സദ്യക്ക് പച്ചക്കറിയാണ് നിർബന്ധം അല്ലെ? പച്ചക്കറി സദ്യയാണ്. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവും. പേരെന്താ? എവിടെ സ്ഥലം? മൂരിയാട്. എവിടെയാ? എവിടെയോ നല്ല കണ്ടുപരിച്ചുള്ളതാണ്. രണ്ടുപേരും മൂരിയാടാണ്. ബന്ധുക്കളാണോ കൂട്ടുകാരാണോ? എങ്ങനെയുള്ള കൂട്ടുകാരാ? അടുത്തടുത്ത്. ഇപ്പൊ മാവേലിന്റെ അടുത്ത് നിൽക്കുന്നല്ലേ, പണ്ടവർ അടുത്തടുത്തുള്ള ആൾക്കാരാണ്. എന്ത് ചെയ്യുന്നു? കൂൽപ്പണി. ഓക്കെ. ചേച്ചി വീട്ടിലാണ്. ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ഗ്രാമിക ചാനലിന്റെ വകയായിട്ടുള്ള ഒരു ഓണ സമ്മാനം മഹാബലി തരും. റെഡി അല്ലേ? നോക്കട്ടെ. ഞാനിവിടെ ഉത്തരം നമ്മുടെ ഓണസദ്യയിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്. അതെന്താണെന്ന് പറയണം. അതായത് നമ്മുടെ കയ്യിലുള്ള പോലെയല്ല ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിന്റെ രൂപം എന്താണ്? അതായത് നമ്മൾ ആദ്യം ഇതിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രൂപമല്ല, അതിന് മുന്നേ ഉള്ള രൂപം എന്താണ്? വൃത്താകൃതിയാണ്. സദ്യയിലൊക്കെ ഉണ്ടാവും. എന്ത് പപ്പടം? ഏത് പപ്പടായാലും കുഴപ്പമില്ല. ഉത്തരം പപ്പടമാണ്. പപ്പടം നമുക്ക് വാട്ടുന്നതിന് മുന്നേ ഉള്ള രൂപമല്ല. വാട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരു മുളച്ചിരിക്കും. ചിലർക്ക് പല രീതിയിൽ ഉണ്ടാവും. നന്നായിട്ട് തിളച്ച എണ്ണയിൽ ഇട്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പല രൂപത്തിലുണ്ടാവുക. അപ്പൊ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഉത്തരം പറഞ്ഞ 2 പേർക്കും കൂടി രണ്ടുപേരും 2 സമ്മാനം വേണം കേട്ടോ. ഒരു സമ്മാനം കൊടുത്തരൂ. കായ് പറ പപ്പടം തന്നെ. അപ്പൊ 2 ആളുണ്ട്. ആദ്യത്തെ സമ്മാനം എന്താ പേര്? സീന ചേച്ചി കൊടുത്തോളൂ, വാങ്ങിച്ചോളൂ. എന്താ പേര്? ഗീത ചേച്ചി കൊടുത്തോളൂ, വാങ്ങിച്ചോളൂ. അപ്പൊ പപ്പടൊക്കെ കൂട്ടിയിട്ടുള്ള അടിപൊളി ഓണസദ്യ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതിന്റെ സൈഡില് ചിലപ്പോ ചിക്കൻ ഉണ്ടാവും. ഇല്ല, സദ്യക്ക് ചിക്കില്ല. ചിക്കൻ പിന്നെ കഴിക്കാം. ഓക്കെ എന്നാല്. ഓക്കെ, ശരി.
ഗ്രാമീണ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് പ്രകാശ് ഗോൾഡിൻ്റെ എല്ലാവിധ ഓണാശംസകളും വളരെ സന്തോഷം. മഹാബലി തമ്പുരാന്റെ എല്ലാവിധ ഓണാശംസകളും പ്രകാശത്തിന്റെ വീട്ടിലായിരുന്നു. ഗ്രാമീണ ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേ മാവേലി പരിപാടിയായിട്ട് നമ്മൾ കൂത്തുപറമ്പ് ടൗണിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രതികളുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ മഹാബലി ഒരു ഫാമിലി ഉണ്ട്. ചേച്ചിയുടെ പേര് പ്രിയ. എവിടെ സ്ഥലം എവിടെയാ? മാനൂര്. മോന്റെ പേര് ശ്രീലക്ഷ്മി. ഓക്കെ. അമ്മയുടെ പേരെന്താ? ശ്യാമള. മാവേലിയെ കണ്ടിട്ടുണ്ടോ? എവിടെ? ഇവിടെ പുറകിലല്ലേ? ഓക്കെ. മാവേലിയെ കുറിച്ചുള്ള പാട്ട് അറിയില്ല നമുക്ക്? ഒന്ന് പാടിയേ. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങൾക്കു മുട്ടില്ലതാൻ ആദികൾ വ്യാധികൾ ഒന്നുമില്ല മരണങ്ങൾ കേൾക്കാനില്ല. അടിപൊളി. അതായത് നമ്മൾ ഇപ്പോഴത്തെ തലമുറക്കൊന്നും അറിയാത്ത മോക്കർ ഈ പാട്ടറിയോ? മാവേലി ഈ പാട്ടറിയോ? ഇനിയിപ്പോ അമ്മ പാടിയില്ലേ? അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് അമ്മയോട് പാടിത്തരാൻ പറയാ. അങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പാട്ട് പാടി അമ്മയ്ക്ക് ഗ്രാമീണ ചാനലിന്റെ വകയായിട്ടുള്ള ഒരു ഓണ സമ്മാനം മഹാബലി നൽകുകയാണ്. അമ്മയ്ക്ക് കൊടുത്തോളൂ. അപ്പം ഓണാശംസകൾ. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ മാവേലിയോടൊപ്പമുള്ള യാത്ര അതേ മാവേലി നമ്മുടെ ഗ്രാമീണ ചാനലിലേക്ക് അതേ മാവേലി പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഒരു അമ്മയും മോളും കുട്ടികളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അമ്മയുടെ പേരെന്താ? പുഷ്പ. എവിടെ സ്ഥലം? മവ്വേരി. ഓക്കെ. ചേച്ചിയുടെ പേര്? സ്നേഹനിധി. ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. ഓക്കെ. മോന്റെ പേരെന്താ? ആര്യൻ. ആര്യൻ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 5. ബാവയുടെ പേരെന്താ? ആ, അടിപൊളി. ഇപ്പൊ എവിടെ പോയിട്ട് വരിക? വാങ്ങിച്ചോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് മഹാബലിയുടെ ഒക്കെ നമ്മുടെ ഗ്രാമീണ ചാനലിന്റെയും ഓണാശംസ നേരെയാണ്. കൂടെ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം അമ്മയോട്. എല്ലാവരും കൂടി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മതില് ചൈനയിലെ വൻമതില അല്ലേ? എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം എവിടെയുള്ളത്? ഏറ്റവും ചെറിയ പാലം. ഈ പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ പോവില്ല, ആൾക്കാർ നടന്നു പോവില്ല, ഒന്നും പോവില്ല. ഇന്ത്യയിലാ? അതല്ല, ഏറ്റവും ചെറിയ മൂക്കിന്റെ പാലം. അതാണ്. വാഹനങ്ങൾ പോവാത്ത, ആൾക്കാർ നടന്നു പോവാത്ത ലോകത്തെ ഏറ്റവും ചെറിയ പാലമാണ് മൂക്കിന്റെ പാലം. ആ, അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞു. ചെറിയ പാലം ഇങ്ങനെ ഇന്ത്യയിലാണോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അധികം ആലോചിക്കേണ്ട ഉത്തരം കിട്ടിയിരിക്കും. അപ്പൊ സമ്മാനം ഗ്രാമീണ ചാനൽ വകയായിട്ട് സമ്മാനം മഹാബലി തരികയാണ്. കൊടുത്തു സമ്മാനം. സമ്മാനം. അപ്പം അടുത്തൊരു ഫാമിലി ഉണ്ട്. പേരെന്താ? സരിജ. എവിടെ സ്ഥലം? ഉമ്മഞ്ചിറ. ഓക്കെ. മോളുടെ പേര്? എത്ര ക്ലാസ് പഠിക്കുന്നത്? 9. സാറിന്റെ പേര്? ബിജുവായിട്ട് എന്താ ചെയ്യുന്നത്? മോന്റെ പേര്? എത്ര ക്ലാസ്സില്? 9ലാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമീണ ചാനലിന്റെ ഭാഗമായിട്ട് ഒരു സമ്മാനം തരാൻ വേണ്ടി പോവാം. ഓക്കെ. ചേച്ചിയുടെ വീട്ടിൽ നമ്മുടെ ഇവിടത്തേക്ക് എത്ര ദൂരമുണ്ട്? ഏകദേശം? അതാണ് 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും അല്ലേ? ഓക്കെ. നമുക്ക് ദൂരം പറയാം, അളന്നിട്ട് പറയാൻ വേണ്ടി പറ്റും നമുക്ക് അല്ലേ? പറയാം. എന്നാൽ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം ഏതാണ്?
കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ദൂരം ഏത്? ഏതാണ് ഈ ദൂരം? സാർ ഒരു തവണ തൊട്ടിട്ടുണ്ട്, ഒരു തവണ കൈകൊണ്ട് തൊട്ടിട്ടുണ്ട്. പക്ഷെ മേഡം പലതവണ തൊട്ടിട്ടുണ്ടാവും. സാർ ഒരു തവണ തൊട്ടിട്ടുണ്ട്. അത് സാറ് ആ ദൂരം കയ്യിലെടുത്തത് കല്യാണ സമയത്താണ്. എന്താ ബൈക്ക് പറഞ്ഞ സിന്ദൂരം എന്ത് സിന്ദൂരം കല്യാണ സമയത്ത് എത്ര കയ്യിലെടുത്തത്? അതല്ല സിന്ദൂരം അപ്പം കൈകൊണ്ട് തൊടാൻ പറ്റിയ ദൂരമാണ് സിന്ദൂരം. നമ്മൾ നെറുകയിൽ ചാർത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഉത്തരം പറയുക ചേട്ടന് ഇതാ ഗ്രാമീണ ചാനൽ നൽകുന്ന സമ്മാനം മഹാബലി എൻഡോറിയാണ്. വായിച്ചോ. ഓക്കെ, അപ്പൊ ഹാപ്പി ആണോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഗ്രാമിക ചാനൽ ഒരുക്കിയിരിക്കുന്ന ദേ മാവേലി എന്ന് പറയുന്ന പരിപാടി നമുക്കറിയാൻ തുടങ്ങിയിരിക്കുന്നത് 2 സഹോദരിമാര് പിന്നെ നമ്മുടെ റോഡിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ വരികയാണ്. അങ്ങനെ കണ്ടിട്ട് നമ്മൾ 3 പേരും എന്ത് ചെയ്യണം എന്നൊക്കെ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ മാവേലി വരുന്നുള്ളത്. അതാണ് പരിപാടിയുടെ പേര് മാവേലി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരുപാട് നമ്മുടെ ഗ്രാമിക ചാനലായിട്ട് സഹകരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾക്ക് പോയിട്ട് അവരുടെ ഓണവിശേഷങ്ങൾ അറിഞ്ഞു, കുറെ സമ്മാനം കൊടുത്തു. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചും സമ്മാനം കൊടുത്തും നമ്മുടെ യാത്ര ദേ മാവേലി എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. കാരണം മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകാനുള്ള വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളായിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ മാവേലിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളായിട്ട് മഹാബലിക്ക് ഒരു തടസ്സം ഉണ്ടാക്കരുതെന്ന് പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമികക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഹാബലി മാവേലി പോവാ, ഇനിയിപ്പം നമ്മൾക്കും പോവല്ലേ. അപ്പം മാവേലി അടുത്ത വർഷം കുറച്ച് നേരത്തെ കാലത്ത് വരിക. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ പോകാനുണ്ട്. അടുത്ത തവണ നേരത്തെ കാലത്ത് നമ്മുടെ ഗ്രാമീണ ചാനലിലേക്ക് വരിക. അപ്പം ഒന്ന് അനുഗ്രഹിച്ചേ. മക്കളൊന്ന് അനുഗ്രഹം വായിച്ചോളൂ. അനുഗ്രഹം വായിച്ചോളൂ.